പിയേഴ്സൺ, ഇവിടെ വി ഡി സതീശൻ ഇന്നിപ്പോൾ പുതിയ ഒരു വ്യവസായ പ്രമുഖൻ കൂടി ഉണ്ട് ഈ രാം മാധവുമായുള്ള കൂടിക്കാഴ്ചയിൽ എ ഡി ജി പിക്കൊപ്പം എന്ന് പറഞ്ഞു. അത് പുറത്തു വന്നാൽ കേരളം നടുങ്ങുമെന്നും പറഞ്ഞു. പേരുകൾ പറയാതിരിക്കുന്നു. അത് ശരിയായൊരു രാഷ്ട്രീയ തന്ത്രമാണ്. കൂടാതെ ലീഗും കൃത്യമായ രാഷ്ട്രീയ തന്ത്രം പയറ്റുന്നു. ഇന്നിപ്പോൾ ഷംസീറിൻ്റെ നാവിൽ നിന്നും വീണ പ്രതികരണം അങ്ങ് കേട്ട് കാണുമല്ലോ. ഈ RSS നേതൃത്വവുമായി ADGP വ്യക്തിതലത്തിൽ പോയി കാണുന്നതിൽ എന്ത് അപാകത? RSS രാജ്യത്തെ പ്രധാനപ്പെട്ട സംഘടനയല്ലേ? PMA സലാം കൃത്യമായി അതിന് മറുപടി പറഞ്ഞു. ഇത് CPM-ന്റെ നിലപാടാണോ എന്ന് പറയണമെന്ന്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? MP രാജേഷിന് ഷംസീറിനെ തിരുത്തിക്കൊണ്ട് മറുപടി പറയേണ്ട ഗതികേടിലേക്ക് എത്തുന്നു. ഇങ്ങനെ പ്രത്യയശാസ്ത്ര ദാർഢ്യം എന്ന് പറയുന്നത് ഒരു തരത്തിലും ഇല്ലാത്തൊരു പാർട്ടിയായി, അത് സംഘടനയുടെ ചട്ടക്കൂട് മാത്രമായി, അച്ചടക്കമില്ലാത്ത, രാഷ്ട്രീയ ബോധ്യമില്ലാത്ത ഒന്നായി അവസാനിച്ചിരിക്കുന്നു എന്ന് തെളിയിക്കാൻ ഓരോ ദിവസവും വി ഡി സതീശനായാലും ലീഗിനായാലും കുഞ്ഞാലിക്കുട്ടിക്കായാലും ഒക്കെ കഴിയുന്നില്ലേ? CPM-ന്റെ പ്രത്യയശാസ്ത്ര കാഴ്ചപ്പാടുകൾക്ക് സംഭവിച്ചിരിക്കുന്ന വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ പ്രത്യയശാസ്ത്ര ശാസ്ത്രീയമുള്ളതായിട്ടുള്ള നേതാക്കൾ ഇപ്പോൾ അതിനകത്തുണ്ടോ എന്നുള്ള കാര്യത്തില് നമുക്ക് സംശയിക്കണം. കാരണം ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അതിൽ എന്താണ് ഒരു മാർക്സിസ്റ്റ് നിലപാട് എന്ന് പറയാൻ പറ്റുന്ന ആരാണെന്ന് കേരളത്തിൽ CPM-ലുള്ളത്? അതാണ് ഏറ്റവും ഗൗരവമുള്ള ഒരു കാര്യം. കാരണം മാർക്സിസ്റ്റ് നിലപാട് എന്ന് പറയുന്നത് ഒന്ന് അവർക്ക് മുന്നോട്ട് വെക്കാനായിട്ട് ഒരു വിഷയത്തിലും പറ്റുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഒരു നേതാവ് പറയുന്നത് മറ്റൊരു നേതാവിനെ തിരുത്തേണ്ടി വരുന്നത്. തുടർന്നോളൂ. ഈ CPM-ന്റെ ചരിത്രത്തിൽ നാളിതുവരെ ആ ഉൾപാർട്ടി സമരത്തിന്റെ ഭാഗമായി എന്തെങ്കിലും ഒരു പ്രത്യയശാസ്ത്ര വിഷമസന്ധിയിലേക്ക് ആ പാർട്ടി എത്തിയിട്ടുണ്ടാവാം. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ CPM-ന്റെ പ്രത്യയശാസ്ത്ര ദാർഢ്യത്തെ ചോദ്യം ചെയ്യുന്ന ഘടകങ്ങളായി കോൺഗ്രസും ലീഗും വന്നിട്ടുണ്ടോ? അത് നടാടെയല്ലേ? അതെ, അത് മാത്രമല്ല, അൻവറിനെ പോലെ ഒരാള് എങ്ങനെയാണ് CPM-നെ പ്രത്യയശാസ്ത്രപരമായിട്ട് തിരുത്തുന്നത്? എങ്ങനെയാണ് CPM-നെ ശുദ്ധീകരിക്കാനായിട്ടുള്ള ഒരു ഉപകരണമായിട്ട് അദ്ദേഹം മാറിത്തീരുക? എനിക്കത് ഒരിക്കലും മനസ്സിലാവാറില്ല. അൻവറിന് എന്തറിയാം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. മാർക്സത്തെ കുറിച്ച് ഒന്നും അറിയില്ല. അദ്ദേഹം ഒരു കച്ചവടക്കാരൻ മാത്രമാണ്. ശ്രീ പിയേഴ്സൺ, ഇപ്പോ ഈ വി ഡി സതീശൻ എന്താണോ പറയുന്നത് ആ രാഷ്ട്രീയത്തിന് വ്യക്തത വരുത്തേണ്ട ഗതികേടിലേക്ക് CPM നേതൃത്വം ഒന്നടങ്കം എത്തുകയല്ലേ? ഈ മുഖ്യമന്ത്രി ഒഴിച്ച് MV ഗോവിന്ദൻ, ഈ പറയുന്ന പ്രകാശ് കാരാട്ട്, ഇന്ന് A വിജയരാഘവൻ, എല്ലാവരും പറയുന്നത് എന്താണ് CPM-ന്റെ ഈ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം എന്നതാണ്. അതാണ് വി ഡി സതീശൻ ഈ ശക്തമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ വി ഡി സതീശനെ ന്യായീകരിക്കുന്ന രൂപത്തിലേക്കുള്ള മറുപടി, വിശദീകരണം നൽകേണ്ട ബാധ്യതയിലേക്ക് PB അംഗങ്ങൾ ഒന്നടങ്കം എത്തുന്നത് എങ്ങനെ? അല്ല, ഞാൻ നേരത്തെ തുടങ്ങിയ കാര്യം അതാണ്. പ്രത്യയശാസ്ത്രപരമായ നിലപാടില്ലാതെ വരുമ്പോൾ ഓരോ നേതാക്കന്മാർക്ക് ഇഷ്ടമുള്ള രീതിയിൽ സംസാരിക്കാനായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടും. പാർട്ടിക്കകത്ത് അതിശക്തമായിട്ട് പ്രത്യയശാസ്ത്ര പോരാട്ടത്തിന്റെ പേരിൽ വിഭാഗീയതയെ മാറ്റിത്തീർത്ത കാലഘട്ടത്തിൽ അതിൽ ഓരോ വിഷയങ്ങളും ഇടപെട്ടിരുന്ന സമയത്ത് BS-ഉം പിണറായിയും അതുപോലെ തന്നെ CITU നേതൃത്വം ഒക്കെ ഇടപെട്ടിരുന്ന സമയത്ത് അവര് ആ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തിരുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ നൂലിഴകളിലായിരുന്നു. അങ്ങനെ ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. കാരണം ഗ്രൂപ്പ് പോരാണ് എന്ന് വന്നു കഴിഞ്ഞാൽ ആ പോരാട്ടത്തിന് ഒരു പ്രസക്തിയിലായിരുന്നു. അപ്പൊ അതൊക്കെ ന്യായീകരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു യുക്തി തീർച്ചയായിട്ടും അന്ന് CPM പുലർത്തിയിരുന്നു. അന്ന് മാത്രമല്ല, കേരളത്തിൽ ഇതേവരെയുള്ള കാലത്ത് അത്തരത്തിലുള്ള പ്രത്യയശാസ്ത്ര യുക്തി എന്ന് പറയുന്നത് CPM-ന് നഷ്ടപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം. ഇപ്പൊ അത്തരത്തിലൊരു യുക്തിയേ ഇല്ല എന്നുള്ളതാണ്. ഇവർ പറയുന്ന ഒരു കാര്യവും ആർക്കും തന്നെ ന്യായീകരിക്കാൻ പറ്റാത്ത തരത്തിൽ മാറിത്തരികയും പൊതുസമൂഹത്തിന്റെ ഒരു വിചാരം എന്ന് പറയുന്നത് അൻവറാണ് ശരി എന്നുള്ളതാണ്. അപ്പൊ CPM-നേക്കാൾ ശരി അൻവറായിട്ട് മാറിത്തീരുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ CPM-ന് സംഭവിക്കുന്നതായിട്ടുള്ള ദുരന്തം എന്താണ്? ഞാൻ പല RSS നേതാക്കളും മുൻപ് സംസാരിച്ചിരുന്ന ഒരു കാര്യം എന്റെ ഓർമ്മയിൽ വരികയാണ്. കേരളത്തിൽ എന്തുകൊണ്ടാണ് RSS-ന് അല്ലെങ്കിൽ BJP-ക്ക് അധികാരത്തിൽ വരാൻ പറ്റാതിരിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അവർക്ക് ഒറ്റ ഉത്തരവുണ്ടായിരുന്നുള്ളൂ. CPM-ന്റെ സംഘടനാ ശേഷി എന്നാണ് അവരെന്നോട് പറഞ്ഞിരുന്നത്. കേരളത്തിൽ അകത്തുള്ള നേതാക്കളും പറഞ്ഞിട്ടുണ്ട്, പുറത്തുള്ള നേതാക്കളും പറഞ്ഞിട്ടുണ്ട്. ആ സംഘടനാ ശേഷി എങ്ങനെയാണ് പൊളിച്ചു തീർക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഗവേഷണം നടത്തുകയായിരുന്നു അവർ. അതുകൊണ്ട് രാം മാധവനെ പോലുള്ള അവരുടെ ഏറ്റവും വലിയ ഇന്റലക്ച്വല് ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ട് നിരന്തരമായിട്ട് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആള് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ എമ്പാടും നടന്ന് വലിയ തരത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾ. കാരണം ഇപ്പോഴും RSS-ന് ഒരു ഗോസ്റ്റ് ഓർഗനൈസേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പൂർത്തിയാക്കാനായിട്ട് കഴിയുന്ന, അല്ലെങ്കിൽ ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ നടത്തുന്നതായിട്ടുള്ള നീക്കങ്ങള് കേരളത്തിലുള്ള നേതാക്കൾക്ക് പോലും അറിയാൻ പറ്റാതെ പോകുന്നത്. പലപ്പോഴും അവർക്ക്
അവരുടെ ഉത്തരം മാറ്റി പറയേണ്ടി വരുന്നത് അവരുടെ അറിവില്ലായ്മ കൊണ്ട് മാത്രമാണ്. CPM-ന്റെ സ്ഥിതി അതല്ല. CPM-നെ പ്രത്യയശാസ്ത്രപരമായിട്ട് ഈ വിഷയത്തെ എങ്ങനെയാണ് വിശകലനം ചെയ്യേണ്ടത്, അതിനെങ്ങനെയാണ് ഉത്തരം കൊടുക്കേണ്ടത് അങ്ങനെയെങ്കിൽ ഒറ്റ ചോദ്യം വ്യാസം, നേരിട്ടുള്ള ഒറ്റ ചോദ്യം. പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി, പോളിറ്റ് ബ്യൂറോ അംഗം എങ്ങനെ സംഘപരിവാറിന്റെ തടങ്കൽ പാളയത്തിലായി? അല്ല, അത്തരത്തിലുള്ള ഒരു നേതാവ് തടങ്കൽ പാളയത്തിലാകണമെങ്കിൽ സ്വാഭാവികമായിട്ടും വ്യക്തിപരമായിട്ടുള്ള, ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട് പൊളിറ്റിക്കൽ ഈസ് പേഴ്സണൽ എന്ന്, അല്ലെങ്കിൽ പൊളിറ്റിക്സ് ഈസ് പേഴ്സണൽ എന്ന് പറയാറുണ്ട്. രാഷ്ട്രീയം ചില സമയത്തൊക്കെ വ്യക്തിപരമായിട്ട് മാറിത്തീരും. അങ്ങനെ മാറിത്തീരുന്ന സമയത്ത് അവർ നേരിടുന്ന ഏറ്റവും വലിയ സംഘർഷം എന്ന് പറയുന്നത് അവരുടെ പ്രത്യയശാസ്ത്രവും അവരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യം തമ്മിലുള്ള സംഘർഷമാണ്. ആ സംഘർഷമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അദ്ദേഹത്തിന് വളരെ നിസ്സഹായമായിട്ടുള്ള അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇരട്ടച്ചങ്കൽ എന്ന് പറയുന്ന കേരളം പാടി, അല്ലെങ്കിൽ എന്താണ് അത്തരത്തിൽ പാണന്മാർ പാടിക്കൊണ്ടിരുന്നതായിട്ടുള്ള ആ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഈ ദുർഗതിയിൽ എത്തിച്ചേർന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യം എല്ലാവരും ചോദിക്കുന്നുണ്ട്. സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ചോദിക്കുന്നുണ്ട്, കേരളം ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് ഇങ്ങനെ ആയി കഴിഞ്ഞിരിക്കുന്നു, എന്തുകൊണ്ട് സംസാരിക്കാൻ കഴിയുന്നില്ല. ഇത്തരത്തിലുള്ള വലിയ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പാർട്ടിയുടെ നേതൃത്വത്തിലിരിക്കുന്നതായിട്ടുള്ള ഒരു വ്യക്തിയുടെ ഉത്തരവാദിത്വം എന്താണ്? ആ സങ്കീർണതകളെ പൊളിച്ചടക്കുക എന്നുള്ളതാണ്, ആ സങ്കീർണതകളെ തകർത്ത് കളയുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ നിഴൽ മൂടി നിൽക്കുന്നതായിട്ടുള്ള നിഗൂഢതയെ പൊളിച്ചെടുക്കെങ്കിൽ മാത്രമാണ് പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്ന തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ. ഒരു നേതാവാണ് അദ്ദേഹമെങ്കിൽ അദ്ദേഹത്തിന്റെ ജോലി എന്താണ്? ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അദ്ദേഹമാണ് ഉത്തരം നൽകേണ്ടത്. അദ്ദേഹത്തിന്റെ ഉത്തരത്തിന് വേണ്ടിയിട്ടാണ് കേരളം നിൽക്കുന്നത്. അതെന്താ? ഏതായാലും ശ്രീ NM പിയേഴ്സൺ, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഉത്തരത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മൗനം അത് എത്ര നാൾ തുടരും എന്ന് നമുക്കറിയില്ല. നാളെ ഒരുപക്ഷെ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടേക്കാം. ആ തരത്തിലുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്.